വിക്കി വേഗം വാ. പെയിന്റിങ്ങിന്റെ ഓപ്ഷനിലുള്ള ന്യൂ മ്യൂസിയത്തിൽ പെട്ടെന്ന് എത്തണം. ഓക്കേ സാർ, നമുക്ക് നാളെ കാണാം. ബാക്കി പെയിന്റിംഗ് നാളെ തീർക്കാം. അങ്ങനെയാവട്ടെ മിസ് കിറ്റി. വിത്ത് പ്ലഷർ. എന്ത് പറ്റി? വണ്ടിക്കാരാ, ന്യൂ മ്യൂസിയത്തിലേക്ക് പോട്ടെ. വളരെ മനോഹരമായ സിറ്റിയാണ് പാരീസ്. സംശയമുണ്ടോ? എല്ലാ കാര്യത്തിൽ നിയന്ത്രിക്കുന്നത് സംശയിക്കുന്നത് പാരീസ് മനോഹരമായ സിറ്റിയാണ്. എന്റെ ചേട്ടാ ഒന്ന് പെട്ടെന്ന് വിട്, ഞങ്ങൾ ഇപ്പോഴേ ലേറ്റ് ആയി. വൗ, അടിപൊളി സിറ്റിയാ ഇത്. ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു വളർന്ന പോലെ എനിക്ക് തോന്നുന്നത്. വേണ്ട വേണ്ട വേണ്ട, വേഷം കെട്ടല് വേണ്ട. ഇത്രയും പോലീസോ? വാ നമുക്ക് പോയി നോക്കാം. ചിലപ്പോ ഇവർക്ക് നമ്മുടെ സഹായം വേണ്ടി വരും. വാളെടുത്താൽ അങ്കപ്പൂലി, വേലെടുത്താൽ ചിങ്കപ്പൂലി, കാൽപ്പടത്തിന് കാവലല്ലോ ജോലി. ഇൻസ്പെക്ടർ പാണ്ഡ, താങ്കൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ പാട്ട് പാടാൻ വന്നതാണോ? ഇന്ത്യയിൽ നിന്നോ? ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഞാനാണ് ഇൻസ്പെക്ടർ പാണ്ഡ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ താമസിക്കുന്നത് ആരാണ്? ഓ, എന്റെ കസിനാണ്. ഞാൻ എസ് പാണ്ഡ. എക്സ്പാൻഡ? സംശയാലു പാണ്ഡ. സംശയാലു പാണ്ഡയെന്നോ? അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ എല്ലാരെയും സംശയിക്കാറുണ്ട്. എനിക്ക് നിങ്ങളിലും സംശയമുണ്ട്. നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണ്? ഇൻസ്പെക്ടർ പാണ്ഡ, ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം. സംശയമുണ്ടോ? യെസ്, എനിക്ക് സംശയമുണ്ട്. സംശയിക്കുന്നത് എന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ അകത്തേക്ക് പോകുന്നത്? സർ, ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിനാലിസയുടെ പെയിന്റിങ്ങിന്റെ ഓപ്ഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ പിനാലിസയുടെ പെയിന്റിംഗ് ഇന്നലെ തന്നെ മോഷണം പോയി. ഫിനലിസയുടെ പെയിന്റിംഗ് മോഷണം പോയെന്നോ? എങ്ങനാ? എപ്പോ? ആരാ ഇത് ചെയ്തത്? അയ്യോ, അത് വളരെ സങ്കടകരമാണല്ലോ. ഞാൻ ആ പെയിന്റിംഗ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ആ കള്ളന്മാരെ വെറുതെ വിടരുത്. തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. അതെ അതെ അതെ. അതെ. ഓവർ റിയാക്ഷൻ ആക്ടിംഗ്. അപ്പൊ നിങ്ങളാണല്ലേ ആ പെയിന്റിംഗ് മോഷ്ടിച്ചത്? എന്നിട്ട് മറ്റുള്ള റിയാക്ഷൻ അറിയാൻ വന്നിരിക്കുകയാണല്ലേ? സാർ എന്താ ഈ പറയുന്നേ? ഞങ്ങൾ എന്തുമാത്രം ക്രിമിനൽസിനെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഞങ്ങൾ ഹണിയും പണിയും പോപ്പട്ട് സോർദാറുമാണ്. ഓ, ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വളരെ 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 വലിയ ഫാനാണ്. എങ്കിൽ ഫാനിനെ പോലെ കറങ്ങി കറങ്ങി കുറച്ച് സൈഡ് തരൂ ഞങ്ങൾക്ക്. ഞങ്ങളൊന്ന് അകത്തേക്ക് പോകട്ടെ. എങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഈ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എങ്കിൽ വരൂ, അകത്ത് പോകാം. ഓഫീസേഴ്സ്, പുറത്തു നിന്നും ആരും അകത്തേക്ക് വരരുത്. അകത്തു നിന്നും ആരും പുറത്തേക്കും പോകരുത്. മനസ്സിലായല്ലോ? സൂക്ഷിക്കണം. ആരോ ഒരാൾ പെയിന്റിംഗ് മോഷ്ടിച്ചു. പോലീസുകാർക്ക് പണിയായി. ഇത്രയും ശക്തമായ സെക്യൂരിറ്റി ഉണ്ടായിട്ടും ആ പെയിന്റിംഗ് എങ്ങനെയാണ് മോഷണം പോയത്? അതിൽ നിങ്ങളുടെ കൈയുണ്ടോ? അയ്യോ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ 500 വർഷമായി ക്യൂരേറ്റർ ആണ്. പറയുന്നത് ഇയാളെ കണ്ടിട്ട് 500 വർഷമായെന്ന് തോന്നുന്നില്ല.
ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ 500 വർഷമായി ഈ മ്യൂസിയത്തിന്റെ ക്യൂരിയേറ്റേഴ്സ് ആണ്. എനിക്ക് ഈ മ്യൂസിയത്തിൽ ജോലി ചെയ്തുള്ള 30 വർഷത്തെ പര്യവേഷണമുണ്ട്. എന്തുടന്ന് പര്യവേഷണം, എക്സ്പീരിയൻസ്. അതിനെ പരിജ്ഞാനം എന്നാ പറയുന്നത്. സംശയമുണ്ടോ? അത് വിട്ടേക്ക്. 2 മാസമായിട്ട് അയാൾ കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ തെറ്റായിട്ട് മലയാളം പറയുന്നു. മാഡം ഈ പെയിന്റിംഗ് മേടിക്കാൻ വേണ്ടി പ്രത്യേകം ഫ്ലോറൻസിയിൽ നിന്ന് വന്നതല്ലേ? മാഡം, താങ്കൾ ഡിസപ്പോയിന്റഡ് ആണോ? ഇവർ ടീനലസയുടെ പെയിന്റിംഗ് വാങ്ങാൻ വന്നതാണോ? ഇവർ തന്നെ വാങ്ങുമായിരുന്നു. ഇവർ വലിയ കോടീശ്വരിയാണ്. റിച്ച് അവർക്കൊരു ചെറിയ വേടാണ്. മാത്രമല്ല 200 കോടി അവർക്കൊരു എമൗണ്ടേ അല്ല. ഇതവർ സ്ഥിരം ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ചിത്രയോട് അവർക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്. ഇറ്റാച്ചി ഫാമിലിയുടെ ഒരേ ഒരു അവകാശി. ഗിറ്റാച്ചി ഫാമിലിയോ? അതെ, ഫ്ലോറൻസിലെ വലിയ ഫാമിലിയാണ് അവർ. അവർ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗാർഡൻസ്, മ്യൂസിയം അവർ നിർമ്മിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ കാഴ്ചയിൽ അവർ വളരെ സിമ്പിൾ ആണ്. വലിയ ആൾക്കാർ ഷോ ഓഫ് കാണിക്കാറേ ഇല്ല. ഫ്ലോറൻസിൽ ചെന്നവരുടെ വീടൊന്ന് കണ്ടു നോക്കൂ. അത് വീടല്ല, ഒരു കൊട്ടാരമാണ്. അവരൊരു റാണിയാണ്. ചരിത്രത്തിൽ ഇടം നേടിയ ഫാമിലി. ഇവരുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല. ഇറ്റാച്ചി ഫാമിലിയുടെ ഹിസ്റ്ററി 500 വർഷം പഴക്കമുള്ളതാണ്. മാഡം, എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇത് ചെയ്തത് ആരാണെങ്കിലും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത്. ഇങ്ങനൊരു നാഷണൽ പ്രോപ്പർട്ടി മോഷ്ടിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്താ ശരിയല്ലേ? യെസ് മാഡം. താങ്കളുടെ പെയിന്റിംഗ് കളക്ഷനിൽ ടിനാലിസയുടെ പെയിന്റിംഗ് വരാത്തതിൽ വിഷമമുണ്ടോ? അത് വെറും ഒരു കളക്ഷൻ മാത്രമല്ല. ഞാൻ ആർട്ടിസ്റ്റുകളെ ഒരുപാട് ബഹുമാനിക്കാറുണ്ട്. അവർക്ക് അവരുടെ അംഗീകാരവും കഷ്ടപ്പാടിന്റെ പ്രതിഫലവും കിട്ടണം. എന്താ ശരിയല്ലേ? ശരിയാണ് മാഡം. കുറച്ച് ഓവർ അല്ലേ? ഇവരിങ്ങനെ തന്നെയാണ്. ഇവരെ പൂർവികർ ആർട്ടിസ്റ്റ്, പെയിന്റേഴ്സ്, മ്യൂസീഷ്യൻസ്, ബാക്കിയുള്ള എല്ലാവരും തന്നെ അവർ ചെലവ് കഴിച്ച് അവരെ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ വലിയ വലിയ പ്രതിമകളും പെയിന്റിങ്സ് അങ്ങനെ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ പെയിന്റിംഗ് കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ ആഗ്രഹം ആ മോഷ്ടാവ് പിടിക്കപ്പെടണമെന്നാണ്. അവരെ പിടിക്കുന്നവർക്ക് അവരുടെ വിവരം തരുന്നവർക്ക് കൊടുക്കുന്നതാണ്. എന്താ ശരിയല്ലേ? ശരിയാണ് മാഡം. സാർ, ഇവിടെ എന്താണെന്നൊന്ന് നോക്കൂ. ഇവിടെ ആകെ 25 ഫിംഗർ പ്രിന്റ്സേ ഉള്ളൂ. അതിലാകെ 4 വിരലുകളെ കാണുന്നുള്ളൂ. 4 വിരലുകൾ. 4 വിരലുകൾ. ഇത് ടോം ആണ്. ടോമിന്റെ കൈകളിൽ ആകെ 4 വിരലുകളെ ഉള്ളൂ. ഈ ടോം ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളോ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടോ? എടാ, നമ്മൾ ആരാണെന്നാ ചോദിച്ചത്. സംശയമുണ്ടോ? ഓ, അതാണോ? ഞങ്ങൾ തരണ്ട് പൂച്ചകളും പിന്നെ ഒരു തത്തയും പിന്നെ ഒരു പട്ടിയുമാണ്. ഇത് ഹണി, പപ്പട്ടും പിന്നെ ജോർദാറുമാണ്. ഇവർ വലിയ വലിയ കേസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലും നമ്മളെ ഇവർ സഹായിക്കും. ആഹാ, കൊള്ളാം. ഞാൻ ഇവരെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ക്യൂരിയേറ്റർ ഡോക്ടർ ലൈലൈച്ചി. കൊള്ളാലോ, താങ്കൾ ഡയലൈറ്റ് ചെയ്യണോ? എന്നിട്ട് എന്താ തലയിൽ മാത്രം ഡൈ അടിച്ച് വെച്ചിരിക്കുന്നത്? താടിക്കെന്താ അടിക്കാത്തത്? താങ്കൾ ടോമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവരിൽ ആരാണ് ടോം? ആരുമല്ല, ടോമിനെ ഇന്നലെ രാത്രി മുതൽ കാണാതായതാണ്. വരൂ, ഞാൻ നിങ്ങളെ ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ടോമിന്റെ വീട്. കാത്തിരുന്ന വീടല്ലേ, കാലം ഉച്ചയായില്ലേ. നിൽക്കൂ. മുൻവാതിലൂടെ പോയി കഴിഞ്ഞാൽ അവൻ തറുതറയോടെ ഇരിക്കും. അതായത് സൂക്ഷ്മത. അയ്യോ, അതിന് കരുതലെന്നാ പറയുന്നത്. സംശയമുണ്ടോ? അതെ, കുറച്ച് സംശയമുണ്ട്. പിന്നെ കാലുകൊണ്ട് ഒച്ചയുണ്ടാക്കുന്നതിന് എന്താ പറയാറ്? പെരുമാറ്റം. വൈകി പോകല്ലേ പിള്ളേരെ, വൈകി പോകല്ലേ. വേഗം വാ പിള്ളേരെ, വേഗം വാ. നിങ്ങൾ എന്തിനാ കരയുന്നത്? കുടുങ്ങിയത് പാണ്ഡസാറല്ലേ? ഞാൻ ഇയാളുടെ ശബ്ദം കേട്ട് പേടിച്ചുപോയി. എന്റെ ഹൃദയം കോലമാണ്. ലോലമാണ്. അതിനെ ലോലം എന്നാണ് പറയാറുള്ളത്. ഡോക്ടർ ഡയലൈച്ചി ലോലനാണ്. അയ്യോ, ഇൻസ്പെക്ടർ പാണ്ഡെ രക്ഷിക്ക്. വേഗം പൊക്കി മാറ്റാം.
എടാ കഴുതേ ജനല് പൊക്കി മാറ്റ്. ഇദ്ദേഹത്തിന്റെ അവസ്ഥ ചളങ്ങിയ ഷൂ പോലെയായി. എന്നിട്ട് ഇദ്ദേഹത്തോട് നിങ്ങൾ റീസോൾവ് ചെയ്യാൻ പറയുവാണോ? അയ്യോ, ഫ്രഞ്ചിൽ റീസോളിന്റെ അർത്ഥം സോറി എന്നാണ്. വരൂ. ഇവിടെ ആ ടോം ഇല്ലാത്തത് നന്നായി. വേഗം ആ പെയിന്റിംഗ് ഇവിടെ ഉണ്ടോ നോക്ക്. എല്ലാരും ഓരോ ഭാഗത്തേക്ക് പോ. പെയിന്റിംഗ് ഇത് വെറും ഫ്രെയിം മാത്രമേ ഉള്ളൂ. സ്റ്റോർ റൂമിൽ വേറെ മുറിയോ? അപ്പൊ പെയിന്റിംഗ് ഇവിടെ തന്നെ കാണും. അത് ഇവിടെ ഇല്ലല്ലോ. എനിക്ക് വല്ലതും ടിക്ലേ ആവുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ പെയിന്റിംഗ് കണ്ടുപിടിച്ചേ മതിയാവൂ. ഇന്ന് ആ പെയിന്റിംഗ് കണ്ടുപിടിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. സംശയമുണ്ടോ? ഇതെന്താ ഇത്? അയ്യോ, ഇത്രയും ഭാരമുള്ളൊരു തുണി എന്നെ പോലെ ചെറിയ ഒരു തത്തയുടെ തലയിൽ തന്നെ വീണല്ലോ. ദൈവമേ, എന്റെ കാറ്റിപ്പ പോയേനെ. അയ്യോ, ഞാനിപ്പോ ഇതുപോലെ പാടവായേനെ. രക്ഷിക്കണേ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. എന്താ പുറകെ കൂടി വന്ന് എന്നെ തുടരുത്. എന്റെ ഹൃദയം പോപ്പട്ടെ. നേരത്തെ എന്താ പറഞ്ഞത്? ലോലമാണെന്ന്. ലോലം. അതെ, ലോലമാണ്. ആ പെയിന്റിംഗ് ഇതാ എനിക്ക് കിട്ടി. ഇത് ഷെവലാണ്. ഇത് ടവലല്ല, പെയിന്റിംഗ് ആണ്. എടാ ഷെവൽ. ഷെവൽ എന്ന് വെച്ചാൽ കുതിര. ഇത് കുതിരയുടെ പെയിന്റിംഗ് ആണ്, മെലീസയുടേതല്ല. ഒരു കഴുതയ്ക്ക് അല്ലെങ്കിലും കുതിരയുടെ ഫോട്ടോ അല്ലേ കിട്ടുള്ളൂ. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഇവിടെ ആ ടോമും ഇല്ല, ആ പെയിന്റിംഗും ഇല്ല. അവൻ മിക്കവാറും ഫ്ലോറൻസിലേക്ക് കടന്നു കാണും. കാരണം അവന്റെ വീട് അവിടെയാണ്. ഡോക്ടർ ഡൈലേച്ചി, നിങ്ങൾക്ക് ഫ്ലോറൻസിലുള്ള ഡോമിന്റെ വീട് അറിയാമോ? ഞാൻ ഇതുവരെ ഫ്ലോറൻസിലേക്ക് പോയിട്ടില്ല, പക്ഷെ അഡ്രസ് എന്റെ കയ്യിലുണ്ട്. സോർദാറെ, കിറ്റിയോട് ഹോട്ടലിൽ തന്നെ നിൽക്കാൻ നീ ഫോൺ വിളിച്ച് പറ. നമ്മൾ 2 ദിവസം ഫോറിനിൽ പോവുകയാണ്. ഭയങ്കര വേടിത്തൊണ്ടരാ. ഇതിന്റെ ക്യാമ്പാണ്. വാവ്, എത്ര മനോഹരമായ സിറ്റിയാണ്. ഇവിടെ കാണുന്ന കൂടുതൽ സാധനങ്ങളും ഹിറ്റാച്ചി ഫാമിലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകമെമ്പാടും പേര് കേട്ട ഫാമിലിയാണെന്ന് തോന്നുന്നു. ആ ഫാമിലി ഇനി ബാക്കി കാറ്ററിന മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ ആർട്സിനും കൾച്ചർ പ്രോഗ്രാമിനും ഒരുപാട് കാശ് ചെലവാക്കാറുണ്ട്.
നിർത്ത് നിർത്ത് എനിക്ക് ആ ഗാർഡൻ ഇപ്പൊ തന്നെ കാണണം. ഓ നമ്മളിവിടെ യാത്ര ആസ്വദിക്കാൻ വന്നതല്ല. സംശയമുണ്ടോ? എനിക്ക് നിങ്ങളോട് നല്ല സംശയമുണ്ട്. നിങ്ങൾ കേസ് അന്വേഷിക്കാൻ വന്നതാണോ അതോ ഞങ്ങളുടെ ചെലവിൽ ഇത്തരം ചുറ്റി കാണാൻ വന്നതാണോ? ഇങ്ങോട്ട് നോക്കൂ പാണ്ട, ഞങ്ങളുടെ ഇന്റൻഷനിൽ സംശയിക്കരുത്. സംശയിക്കുന്നത് എന്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് ഈ ഡ്രൈവറിൽ സംശയമുണ്ട്. എനിമിയോ ഇയാള് ഞങ്ങളെ ശത്രു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഫ്രണ്ട്. Yes, വെറുതെ തല്ല് പിടിക്കണ്ട. എല്ലാവരും അവരവരുടെ ജോലി ഛർദ്ദിക്കൂ. അയ്യോ, ഛർദിക്കാനല്ല, ശ്രദ്ധിക്കാൻ. അങ്ങനെയും പറയാം. മുമ്പോട്ട് പോകുമ്പോ മ്യൂസിയത്തിന്റെ ലെഫ്റ്റ് ഭാഗത്ത് ടോമിന്റെ വീടുണ്ട്. ഓ താങ്കൾക്ക് എങ്ങനെയാണ് മ്യൂസിയത്തിനെ കുറിച്ച് മനസ്സിലായത്? ഇതിനു മുമ്പ് താങ്കൾ ഇറ്റലിയിലേക്ക് വന്നിട്ടേ ഇല്ലല്ലോ. എനിക്ക് ഇവിടുത്തെ എല്ലാ മ്യൂസിയങ്ങളെ കുറിച്ചും നന്നായിട്ട് അറിയാം. ക്യൂരിയേറ്റർ ആയതിന്റെ 500 വർഷത്തെ പര്യവേഷണമുണ്ട് എനിക്ക്. പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എഴുന്നള്ളിക്കുന്നത്? അത് പര്യവേഷണം അല്ല, പരിജ്ഞാനം. പരിജ്ഞാനം. സംശയമുണ്ടോ? Yes, അങ്ങനെയും പറയാം. ലെഫ്റ്റിൽ നിന്നും ഇവിടെ നിന്ന് കാൽനടയായി പോകാം നമുക്ക്. ഇതാണ് ടോമിന്റെ വീട്. വേണ്ട സാറേ, എന്താ ജനല്? വേണ്ട, നമ്മൾ ഇപ്രാവശ്യം പാതൽ വഴി പോകാം. ജനൽ വഴി വേണ്ട. ഓൾ ക്ലിയർ, എല്ലാരും അകത്തേക്ക് വന്നു. ഇവിടെ ആരും തന്നെ കാണുന്നില്ല. അഥവാ ആരുമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇത്ര പതുക്കെ പറയുന്നത്? ടോം എവിടെ ഒളിച്ചിരിക്കുകയെന്നാ തോന്നുന്നത്. എവിടെയാണ് ടോമേ? ഞാൻ നിന്നെ അന്വേഷിച്ച് വലഞ്ഞു ടോമേ. ടോമിന് കമ്മാനില്ലെന്ന് തോന്നുന്നു. കമ്മൻ ടോമിന്റെ ഡോഗിയാണോ? നോ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഓ കാണാനില്ല എന്നാ പറയുന്നേ. കാണാനില്ലെന്ന്. സംശയമുണ്ടോ? ഇവിടെ അന്വേഷിച്ച് നോക്കാം. എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. എഹെ. ഡോക്ടർ ഡൈലൈറ്റി, താങ്കളുടെ ഹൃദയം മാത്രമല്ല, താങ്കൾ ഒരു ലോലനാണ്. സ്വന്തം രൂപം കണ്ട് പേടിച്ചു. ഗുണ്ടകൾ, ദാ ഗുണ്ടകൾ വരുന്നു. നിങ്ങൾ ആരാണ്? ഇവര് ടോമിന്റെ ഗുണ്ടകളാണെന്നാണ് തോന്നുന്നത്. കണ്ണ് ചുമക്കണ്, പല്ല് കടിക്കണ്, മുഷ്ടി ചുരുട്ടണ്, നെറ്റി വയർക്കണ്, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വേണം. കൂട്ടുകാരെ ഇവരൊരു പാഠം പഠിപ്പിക്കും. രക്ഷപ്പെട്ടു. വെരി ഇതൊരു കോട്ടയാണെന്നാണോ പറഞ്ഞു വരുന്നേ? അതെ, ഫ്രഞ്ചിൽ ഫോർട്ടിന്റെ അർത്ഥം സ്ട്രോങ് എന്നാണ്. ഓ ഡോക്ടർ ഡൈലൈറ്റി, നിങ്ങൾ ഒന്നുകിൽ മലയാളം പറയുക അല്ലെങ്കിൽ ഫ്രഞ്ച്. സംശയമുണ്ടോ? എന്താണിത്? ഷോപ്പിന്റെ വിസിറ്റിംഗ് കാർഡാണ്. എനിക്ക് ഇതിന്റെ ഓണറിനെ നന്നായിട്ട് അറിയാം. കാഴ്ചയിൽ ഇതൊരു ആന്റിക് ഷോപ്പാണ്. പക്ഷെ ഇയാൾ മോഷ്ടിക്കുന്ന സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ, അപ്പൊ ടോം മിക്കവാറും ഇയാൾക്കായിരിക്കും പെയിന്റിങ് വിറ്റത്. മിസ്റ്റർ ജിയോണി, ഞാനിപ്പോൾ എന്ത് സഹായമാണ് സാർ ചെയ്യേണ്ടത്? വി ആർ ഫ്രം ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വന്നിരിക്കുന്നത്? കൊച്ചനിയ, ഇറ്റലിയിലത്തെ നമ്മുടെ ഇന്ത്യൻ ഭാഷ. എന്റെ സാറേ, ഞാൻ ഓൾറെഡി ഒരു ഇന്ത്യൻ തന്നെയാണ്.
എന്റെ ഇവിടത്തെ പേരാണ് ജിയോണി. യഥാർത്ഥ പേര് ജി ഒണി എന്നാണ്. പറയൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കാരണ ചായയിൽ അടുപ്പിക്കാൻ നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് നിന്റെ ശ്വാസകോശം വേണം. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? എന്റെ ദൈവമേ, ശ്വാസകോശമല്ല, സഹായമാ വേണ്ടത്. ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടത് വേൾഡ് ഫേമസ് പെയിന്റിംഗ് ആണ്. നിങ്ങൾ എന്തായാലും എന്റെ രാജ്യമല്ലേ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. വരൂ 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 വരൂ, എല്ലാവരും വരൂ. എല്ലാ വേൾഡ് ഫേമസ് പെയിന്റിങ്ങും ഇവിടെ ഉണ്ട്. അതെ ഫ്രണ്ട്സ്, അതെ, എല്ലാം ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതാണ് നാസയുടെ പെയിന്റിംഗ്. അയ്യോ, ഇത് കിറ്റിയുടെ പെയിന്റിംഗ് ആണല്ലോ. ഏത് കിറ്റി? ഇത് ഫേമസ് ടിനാലിസയുടെ പെയിന്റിംഗ് ആണ്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങളുടെ കണ്ണുകളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആമാ. അല്ല, ഇവിടെ നിന്ന് എന്തിനാ ഭിക്ഷ ചോദിക്കുന്നത്? മെർസി എന്ന് പറഞ്ഞാൽ താങ്ക് യു. വളരെ ശരിയാണ്. ഇത് 1 കോടി രൂപയുടെ പെയിന്റിംഗ് ആണ്. പറയൂ, ഇത് നിങ്ങൾക്ക് വേണ്ടി പാക്ക് ചെയ്യട്ടെ. എടോ, 1500 കോടിയുടെ പെയിന്റിങ് വെറും 1 കോടിക്ക് വിൽക്കുന്നോ? കള്ളം പിടിക്കപ്പെട്ടിരിക്കുന്നു, പിടിക്കവരെ. എന്റെ അമ്മോ, എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലുന്നത്? എന്നാ പിന്നെ ഒരു 1500 കോടി ഇങ്ങ് തന്നേക്ക്. ഒരു 1500 ഇടി അങ്ങോട്ട് വെച്ചു തരാം. കട്ട മുതൽ വിൽക്കാൻ നോക്കുന്നോടാ. കട്ട മുതലോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എല്ലാവരുടെയും കിളി പോയിരിക്കാണോ? ഇത് പോപ്പട്ടാണ്. ഇവന്റെ ഉള്ളിൽ വേറെ കിളിയൊന്നുമില്ല. ഈ പെയിന്റിംഗ് ലൂ മ്യൂസിയത്തിൽ നിന്ന് പോയതാണ്. ഇനി നീയും ടോമിനോടൊപ്പം ജയിലിലേക്ക് തന്നെ പോകും. എന്താ പറഞ്ഞത്? അയ്യോ, ജയിലോ? വേണ്ട വേണ്ട, നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്ക. ഇതാ പെയിന്റിങ്ങിന്റെ ഫസ്റ്റ് കോപ്പിയാണ്. ഇത് ഫസ്റ്റ് കോപ്പിയാണ്. നമ്മൾ വിചാരിച്ചത് വേറെ, നടന്നത് വേറെ. ഒറിജിനൽ ചിലപ്പോൾ ഇവന്റെ കയ്യിൽ തന്നെ കാണും. ടോമും ഇവനും കള്ളന്മാരാണ്. എന്റെ പര്യവേഷണം അതാണ് പറയുന്നത്. പരിജ്ഞാനമാണോ പൊട്ട? എന്റെ പൊന്നു സാറന്മാരെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ടോമിനോട് ചോദിക്കുക. എടോ, ഞങ്ങൾ എങ്ങനെ ചോദിക്കാനാ? അവനെ വീട്ടിലെങ്ങും കാണുന്നില്ല. എന്റെ ബ്രോ, ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യം? അവന്റെ പുതിയ വീടിന്റെ അഡ്രസ് എന്റെ കയ്യിലുണ്ട്. അതാണ് ടോം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, പക്ഷേ ഞാനിപ്പോ കണ്ടു. അവനെ ഫോളോ ചെയ്യേ. വിടില്ല, നിന്നെ ഞാൻ വിടില്ല. എന്റെ പൊന്നെ കരളെ, നിന്നെ ഞാൻ വിടില്ല. നീ ഇനി ജയിലായിരിക്കും. അല്ല, ഈ പാണ്ഡസാർ എന്തിനാ കള്ളനെ വെറുതെ പൊന്നെ കരളെന്നൊക്കെ വിളിക്കുന്നത്? ഇയാള് മലയാളം ഫിലിം സോങ്സിന്റെ ഒരു വലിയ ആധാരകനാണ്. എടോ, ആധാരകനല്ല, ആരാധകൻ. ഇങ്ങനെ വാക്ക് മാറ്റി പറയല്ലേ. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഇതിപ്പോ തെറ്റിതിരുത്താനുള്ള സമയമല്ല. അവനെ വേഗം ഫോളോ ചെയ്യ്. നമ്മളെന്തിനാ റൈറ്റിലേക്ക് പോകുന്നത്? നമുക്ക് ടോമിനെ ഫോളോ ചെയ്യണ്ടേ? എടാ കഴുതേ, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് വണ്ടി തിരിഞ്ഞു പോയതാണ്. ആ ടോം എവിടെ പോയി? അതാ പോകുന്നു ടോം. നമ്മൾ അവനെ ഫോളോ ചെയ്യുകയാണെന്ന് അവന് മനസ്സിലായെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? വളരെ ബുദ്ധിമാനാണ് അവൻ. നേരത്തെ തന്നെ ഹോസ്പിറ്റലിലെത്തി. അവന് നന്നായി അറിയാമായിരുന്നു നമ്മൾ അവനെ ഇടിച്ചിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന്. സംശയമുണ്ടോ? ഡോക്ടർ ലൈലൈച്ചി, താങ്കളോ? അതെ, അദ്ദേഹത്തിനോട് ഞങ്ങളുമുണ്ട്. നിന്നെ തല്ലി ഇഞ്ചിപ്പരുവാക്കണോ അതോ നിരപരാധി എന്ന് പുറത്തു വിടണോ? വേഗം പറയ. നീ പറയുന്നതനുസരിച്ചായിരിക്കും അടുത്ത നടപടി. എന്നെ തല്ലുന്നോ?
കൊള്ളാം, അങ്ങനെ അവസാനം ഇവനെ അടികൂടാൻ പറ്റിയല്ലോ. അതിന് ഇവരും നമ്മളായിട്ട് അടിപൊളിയായിട്ടല്ലേ ഇപ്പൊ എങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്റെ അമ്മോ, അതിനെ പിടികൂടി എന്നാ പറയുന്നത്. യു ആർ അണ്ടർ അറസ്റ്റ്. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? നീ ടീനാലിസയുടെ പെയിന്റിംഗ് മോഷ്ടിച്ചു. വാട്ട്? ടീനാലിസയുടെ പെയിന്റിംഗ് മോഷണം പോയെന്നോ? ആഹാ, പാവയ്ക്ക പോലുള്ള അവന്റെ അഭിനയം കണ്ടില്ലേ? എന്റെ മലയാളി കൊലയാളി, എന്തിനാ ഇങ്ങനെ മലയാളത്തെ കൊല ചെയ്യുന്നേ? പാവയ്ക്ക് അല്ല, പാവോന്നാണ്. സംശയമുണ്ടോ? എന്റെ അമ്മയാണ് സത്യം. ഞാൻ ആ പെയിന്റിംഗ് മോഷ്ടിച്ചിട്ടില്ല. കള്ളം നിന്റെ ഫിംഗർ പ്രിന്റ് മ്യൂസിയത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ മ്യൂസിയത്തിന്റെ കെയർ ടേക്കർ ആണ്. എന്റെ ഫിംഗർ പ്രിന്റ് ആ മ്യൂസിയത്തിൽ എല്ലായിടത്തും കാണും. ഞാൻ കഴുതയാണ്, പക്ഷെ എന്നെ പറ്റിക്കാൻ നോക്കരുത്. നീ ആ പെയിന്റിംഗ് മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയത്? എന്റെ അമ്മയ്ക്ക് വളരെ സീരിയസ് ആണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ദേ കണ്ടോ? അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അർജന്റായിട്ട് പാരീസിൽ നിന്നും ഫ്ലോറൻസിലേക്ക് വന്നത്. ശരിയാണ്, ടോമിന്റെ അമ്മ സീരിയസ് ആണ് ഇപ്പോ. ടോം, അമ്മയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേ. വേണ്ട, ഇവനിപ്പോ ഒരു വ്യാളിയാണ്. അയ്യോ, അതിനെ കുറ്റവാളി എന്നാ പറയുന്നത്. ടോം കുറ്റവാളി അല്ല. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ടോമിന്റെ കൂടെ ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവനെ രക്ഷിക്കാൻ നോക്കുന്നത്. ഇൻസ്പെക്ടർ പാണ്ട, ടോമിനെ നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. അവനെതിരെ തെളിവൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവൻ ക്രിമിനലേ അല്ല. അല്ലല്ല, ഇവൻ തന്നെയാണ് ആ ക്രിമിനൽ. സംശയിക്കുന്നത് എന്റെ ശീലമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവനെ വിട്ടേക്കാം. ടോം, പോലീസിന് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാം. ടോം ഒരു കള്ളനല്ല, പക്ഷെ നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് എത്തിയിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ തന്നെ ഹോട്ടലിലേക്ക് പോകൂ. നാളെ നമ്മൾ പാരീസിലേക്ക് തിരിച്ചു പോകുന്നു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി ആ പെയിന്റിംഗ് ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല. ഓ, അതൊരു പ്രതിമയാ. പിടിച്ചു തിന്നുവൊന്നുമില്ല. എന്തൊരു പേടിത്തൊണ്ടനാ നിങ്ങള്. കുട്ടിക്കാലത്ത് അമ്മ പ്രേത കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. പിന്നെ എല്ലായിടത്തും പ്രേതമുണ്ടെന്ന് എനിക്ക് തോന്നി. വരൂ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. നമുക്ക് ഇതുവരെ ഒരു തെളിവും കിട്ടാത്ത ആദ്യത്തെ കേസാണിത്. കള്ളൻ ആരാണെങ്കിലും വളരെ സ്മാർട്ടാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ ടീമിനെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇവിടെ കിട്ടിയതോ ഒരെണ്ണം ആ സംശയാലു പാണ്ട. അയാളാണെങ്കിൽ ഹണിയെ സംശയിക്കുന്നത്. പിന്നെ ആ പേടിത്തൊണ്ടൻ ഡോക്ടർ ഡൈലാച്ചി. ഡോക്ടർ ഡൈലൈച്ച് ഒരു പേടിത്തൊണ്ടനല്ല. അതേ, നീ കഴുതെന്ന് പറയും പോലെ അയാൾക്ക് ഇതിനെ കണ്ടാലും പേടിയാണ്. പേടിയില്ല. അങ്ങനെ പേടിച്ചിരുന്നെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോയില്ലായിരുന്നു. ദാ നോക്ക്, അയാൾ പുറത്തു പോകുന്നുണ്ട്. ഇയാൾക്ക് നല്ല ഉറക്കം വരുന്നല്ലേ പറഞ്ഞേ, പിന്നെ പുറത്തേത് എങ്ങോട്ടാ പോകുന്നേ? വിട്ടുകള ഹണി, വല്ല നൈറ്റ് വാക്കിലും പോവായിരിക്കും. അതിനിങ്ങനെ ഒളിച്ചു പോണോ? ഓ, കാടായിരുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ സാർ? ഹെൽപ്പോ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട, താങ്കൾ പൊക്കോളൂ. ഇത്രയും പേടിയുള്ള ഇയാള് രാത്രിയിൽ ഒരു കാരണവശാലും നടക്കാൻ ഇറങ്ങില്ല. എന്തോ പ്രശ്നമുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. ഈ ഡോക്ടർ ഡൈലാച്ചി ഈ സമയത്ത് ഇത് എങ്ങോട്ടായി പോകുന്നത്? നമ്മൾ ഉറപ്പായും അദ്ദേഹത്തെ ഫോളോ ചെയ്യണം കൂട്ടുകാരെ. വണ്ടി എടുക്ക്, ഞങ്ങൾക്ക് ആ വണ്ടിയെ ഫോളോ ചെയ്യണം. എനിക്കറിയാമായിരുന്നു, നിങ്ങൾ തന്നെയാണ് കുറ്റവാളി. സാറിപ്പോ ടാക്സി ഓടിക്കുവാണോ? അതെന്തോറ്റി ജോലിന്ന് പറഞ്ഞു വിട്ടോ? Shut up! ഞങ്ങളെ വിട്ടികളാക്കി ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് കടക്കാൻ നോക്കുകയാണോ? തലയ്ക്കകത്ത് വല്ല ഉണ്ടോ? ഉണ്ട്. സംശയമുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്ക്. ഞങ്ങൾ ആ ഡോക്ടർ ഡൈലാച്ചിയെ പിന്തുടരാൻ പോവുകയായിരുന്നു.
ഡോക്ടർ ഡൈലാച്ചി ആദ്യമായാണ് ഈ സ്ഥലത്ത് വരുന്നത്. എന്നിട്ട് ഈ സമയത്ത് അയാൾ ആരെ കാണാൻ പോവാണ്? You are right. എങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യേ, റൈറ്റിലോട്ട് പോ. ഡോക്ടർ ഡൈലേജി അങ്ങോട്ടാണ് പോയത്. സ്പീഡ് കൂട്ടിക്കോ, ആ വണ്ടി മിസ്സാകരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല ഇയാളെന്താണ് ഈ മെൻഷനിലേക്ക് പോയത്? സഹായം ചോദിക്കാൻ പോയതായിരിക്കും. കട്രീന മേഡം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഏയ് അല്ലല്ല, വേറെ എന്തോ പ്രശ്നമുണ്ട്. ഈ പാതിരാത്രിക്ക് ആരും ഹെൽപ്പ് ചോദിക്കാൻ ചെല്ലില്ല. അതെ, ഗാർഡ്സ് ആ വണ്ടി തടഞ്ഞില്ല. അതും കൂടാ ഇത്രയും വിലപിടിപ്പുള്ള കാറ് അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത്? എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. സംശയമുണ്ടോ? എനിക്കുമുണ്ട്. എല്ലായിടത്തും ഡോക്ടർ ഡൈലേജി ആണല്ലോ. അല്ല, എന്നിട്ട് ഡോക്ടർ ഡൈലൈറ്റ് ചെയ്തവരെ കണ്ടില്ലല്ലോ. ഹണി, നീ മണ്ടത്തരം പറയല്ലേ. ലിവ് മ്യൂസിയത്തിൽ മോഷണം നടന്നിരിക്കുക. അവിടുത്തെ ക്യൂരിയേറ്റർ ആണ് ഡോക്ടർ ഡൈലേജി. മോഷണം നടന്ന രാത്രിയിൽ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ആയിരുന്നു. ഈ ഡോക്ടർ ഡൈലേജി നമ്മളെ പാരീസിലുള്ള ടോമിന്റെ വീട്ടിലെത്തിച്ചു. അവിടെ വെച്ച് ടോമിന്റെ ഫ്ലോറൻസിലെ അഡ്രസ്സും ഡോക്ടർ ഡൈലേജിയാണ് നമുക്ക് തന്നത്. അവിടെ വെച്ചാണ് ഗുണ്ടകൾ നമ്മളെ ആക്രമിച്ചത്. പക്ഷേ അത് ടോമിന്റെ ഗുണ്ടകളായിരുന്നില്ലേ? അഥവാ ടോം മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്കെതിരെ ആ ഗുണ്ടകളെ പറഞ്ഞുവിടുന്നത് എന്തിനാ? നമ്മൾ ഈ പെയിന്റിംഗ് കേസ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണിത്. അപ്പൊ അത് ഡോക്ടർ ഡൈലാച്ചിയാണോ? ആയിരിക്കാം. അയാൾ വലിയ സ്മാർട്ട് ഇൻവെസ്റ്റിഗേറ്ററെ പോലാണ് സംസാരിച്ചത്. ഷോപ്പ് കീപ്പറിന്റെ അഡ്രസ്സും അയാൾക്കാണ് കിട്ടിയത്. നമ്മൾ ടോം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡോക്ടർ ഡൈലേജി അത് നിഷേധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞു നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്. എന്നിട്ട് ഒളിച്ചൊളിച്ച് ദാ ഇവിടെ എത്തി. നിങ്ങൾക്ക് തോന്നിയതാണെങ്കിലും എനിക്കിപ്പോൾ ഉറപ്പായി ആ പെയിന്റിംഗ് മോഷിച്ചത് ഇയാൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ സംശയം സത്യമാണെന്ന് എങ്ങനെ തെളിയിക്കും? അയ്യോ, ഇത് കിറ്റിയുടെ പെയിന്റിംഗ് ആണ്. ഐഡിയ! ടീനാലിസയുടെ പെയിന്റിംഗ് കണ്ടുപിടിക്കാൻ ടീനാലിസ തന്നെ നമ്മളെ സഹായിക്കും. കിറ്റിയെ ഫോൺ വിളിച്ച് പറ ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ ഫ്ലോറൻസിലേക്ക് വരാൻ. എന്തിനാ എന്നെ അർജന്റായിട്ട് ഫ്ലോറൻസിലേക്ക് വിളിപ്പിച്ചത്? ഓർമ്മതൻ വസന്ത നന്ദന തോപ്പിൽ നീയാണ് കിറ്റി ഞങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷ പ്രതീക്ഷ. എന്നെ അന്താക്ഷരി കളിക്കാനാണ് വിളിപ്പിച്ചത്. ഇഗ്നോർ ഹിം. ഞങ്ങൾ ടീനാലിസയുടെ പെയിന്റിംഗ് മോഷണ കേസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് ഞാൻ ഡിറ്റക്റ്റീവ് ഒന്നുമല്ലല്ലോ, ആക്ട്രസ് ആണ്. അതെ, നീ ഇവിടെയും വന്ന് ആക്ടിങ് ചെയ്താൽ മതി. സംശയമുണ്ടോ? അയ്യോ, ഈ ഗ്ലാസ് എങ്ങനെയാ തനിയെ മറിഞ്ഞു വീണത്? ഞാനാണ് മറിച്ചിട്ടത്. ആദ്യം ഗ്ലാസ്, ഇനി തന്നെ മറിച്ചിടാം. ടീനാലിസ, തന്റെ ഈ ഉടുപ്പ് കീറിക്കളഞ്ഞാൽ തനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ. മതിക്കില്ല ഇയാള്. ഞാൻ ഇയാളുടെ തലമുടി പറിച്ചെടുക്കാം. ഇവരൊക്കെ പറയുന്നത് കേട്ട് പേടിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഇയാൾ ചത്തുപോകുമല്ലോ. ടീനാലിസ, ഇത്രയും മഹാനായ ഒരാളെ പേരെടുത്ത് വിളിക്കുന്നോ നീ? അതെ, വേഗം സമയം വിളിക്കേ. ശ്രീമതി പ്രേതമെന്ന് വിളിക്കേ. പ്രേതമോ? അതെ, 200 വർഷങ്ങൾക്ക് ശേഷം പ്രേതമല്ലേ വരൂ. എനിക്കിപ്പോ ചായ കുടിക്കാൻ തോന്നുന്നുണ്ടേ. ഈ ഡോക്ടർ ഡൈലൈറ്റ് പിഴിഞ്ഞെടുത്ത ചാറ് കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുമല്ലോ.
വേണ്ട, ഇയാളെ ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഐസ്ക്രീമിന്റെ കൂടെ കഴിച്ചോളാം. മിണ്ടി പോകരുത്. ഇയാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇയാള് കാരണമാണ് എന്റെ പെയിന്റിംഗ് കാണാതായത്. ഇല്ല ഇല്ല, താങ്കളുടെ തോന്നക്കൽ വെറുതെയാണ്. അപ്പൊ തോന്നക്കൽ പഞ്ചായത്തിൽ ഇപ്പൊ രാത്രിയാണോ? ഇപ്പൊ രാത്രിയാണ്. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇയാൾക്ക് മലയാളം കുറച്ച് പ്രോബ്ലം ആണ്. ഇയാളെ തോന്നലെന്താ പറഞ്ഞു വന്നത്? അതെ അതെ, എനിക്ക് അങ്ങനെ തോന്നക്കൽ പഞ്ചായത്ത് ഒന്നുമില്ല. നിന്റെ ഉത്തരവാദിത്വം ആയിരുന്നു അത്. നീ എവിടെ ഉണ്ടായിരുന്നിട്ടും എന്റെ പെയിന്റിംഗ് കാണാതെ പോയി. ഞങ്ങൾക്ക് ക്യൂരേറ്റർ ആയിട്ട് 500 വർഷത്തെ പരിജ്ഞാനമുണ്ട്. അതിനെ പരിജ്ഞാനം എന്നല്ല പറയുന്നത്. കറക്റ്റ് ആണ്, പരിജ്ഞാനം കറക്റ്റ് ആണ്. ആയിരിക്കാം, പക്ഷേ പരിജ്ഞാനത്തിന് ഫലമില്ല. എന്റെ പെയിന്റിംഗ് മോഷണം പോയി. അതിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കട്രീനയുടെ കയ്യിലുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ കട്രീനയുടേതാണ്. യു മീൻ ബ്ലാക്ക് ഹാൻഡ്സ്? അതെ, അതും നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ കട്രീനയുടേതാണ്. പെയിന്റിംഗ് കട്രീനയുടെ മെൻഷനിലുണ്ട്. ചെല്ലു എന്ന് നിങ്ങൾ അത് എടുത്തോളൂ. ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടല്ലേ. എടോ പമ്പര വിട്ടി, തന്നെ വെറുതെ വിട്ടില്ലെങ്കിൽ താനെങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെയല്ല, വെറുതെ വിടണമെന്നാ പറയേണ്ടത്. വെറുതെ വിടണേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നെ ഇപ്പോ വെറുതെ വിട്. നിങ്ങൾ വെറുതെ വിടുകയോ വിടാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ എന്നെ ഇപ്പോ ജീവനോടെ പോകാൻ അനുവദിക്കൂ. കൊച്ചേ, നമ്മള് വന്ന കാര്യം നടന്നില്ലേ? ഹണി, ആ, തന്റെ വായിന്ന് സത്യങ്ങളൊക്കെ പുറത്തു വരാൻ ഞങ്ങൾ പ്രേതങ്ങളായതാണ്. നിങ്ങൾ എന്നെ ഈ ഡോക്ടർ ലൈലൈച്ചിയെ വിട്ടിയാക്കിയല്ലേ? നിങ്ങൾ ഏതായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ഇതൊരിക്കലും മറ്റൊരാളോട് പറയാനാവില്ല. ഇവന്മാരുടെ ചികിത്സ ചോദിക്ക്. നിങ്ങൾ കൈ കൊണ്ട് എന്താ കാണിക്കുന്നത്? ചോദിക്കാനാ പറഞ്ഞത്. ഇയാൾ എന്നെക്കാളും വലിയ കഴുതയാണ്. അവർ ശിരസ് ചോദിക്കാ ചെയ്തത്. തല വെട്ടുന്നതിന് ശിരസ് ഛേദിക്കുക എന്നാ പറയാറുള്ളത്. കേട്ടില്ലേ? ഇവര് മലയാള സ്റ്റൈലിൽ പറഞ്ഞതല്ല, നിങ്ങൾ ഫ്രഞ്ച് സ്റ്റൈലിൽ ചെയ്യ. കാടൻ വരുന്നുണ്ട്, മാടൻ വരുന്നുണ്ട്, കൂടെ ഒരു മാടനുണ്ട്, കൂടെ കൂട്ടുകാരുണ്ട്. ഇനി ഓമാര് തല പൊക്കില്ല എന്നുറപ്പാണ്. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഒരു കാര്യം മനസ്സിലായില്ല. ഇത്രയും ഫേമസും കോടിശ്ശേരിയുമായ കട്രീന 1500 കോടിയുടെ പെയിന്റിങ്ങിന് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വരൂ, നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാം. പോലീസ് ഫ്രം പാരീസ്. മാഡം, പോലീസ് ഫ്രം പാരീസ്. ഓക്കെ ഓക്കെ ഓക്കെ, പ്ലീസ് പ്ലീസ് വരൂ. മാത്രം കാശുണ്ടാവും അവരുടെ കയ്യിലല്ലേ? അവരുടെ സമ്പത്ത് വെച്ച് അവർക്ക് 3 രാജ്യങ്ങൾ വാങ്ങാം. ദൈവം മനസ്സറിഞ്ഞു കൊടുത്തപ്പോൾ കട്രീന അത് കൈനീട്ടി വാങ്ങി. വെൽക്കം വെൽക്കം, എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം. ഇവിടെ സ്റ്റീൽ കൊണ്ടുള്ള ചുമരാണല്ലോ. കഴുത, അത് പ്ലാറ്റിനമാ. മുകളിൽ ഡയമണ്ടിന്റെ സാൻഡലിയറാണ്. സംശയമുണ്ടോ? എന്തൊക്കെയാണെങ്കിലും കട്രീനയുടെ ഈ കൊട്ടാരം കാണാൻ അടിപൊളിയാണ്. എന്റെ ഇത്രയും പെയിന്റിങ്ങുകളോ? അത് എന്റെയല്ല, ടീനാസയുടെ പെയിന്റിങ്സ് ആണ്.
ആകട്ടെ, നിങ്ങൾ എല്ലാവരും എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത് എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് കാശുള്ളതല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ 1500 കോടിയുടെ പെയിന്റിംഗ് മോഷ്ടിച്ചത്? ഞാൻ ആ പെയിന്റിംഗ് മോഷ്ടിച്ചില്ലല്ലോ. കള്ളം മാത്രം പറയരുത്. ഡോക്ടർ ഡൈലേച്ചി ഞങ്ങളുടെ എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞു. കാശിന് വേണ്ടി നിങ്ങൾ ഇത്രയും തരം താഴുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ലിസൺ, എല്ലാ വസ്തുക്കളും കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. ചില വസ്തുക്കളോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകാറുണ്ട്. അതുപോലെയാണ് എനിക്ക് ഈ പെയിന്റിംഗ്സിനോടുള്ളത്. അതെ, നിങ്ങൾ പെയിന്റിംഗ്സിന്റെ വലിയ ആരാധികയാണ്. പക്ഷേ അത് വെറും ഒരു പെയിന്റിംഗ് മാത്രമല്ല, ഞങ്ങളുടെ പൂർവികരുടെ പെയിന്റിംഗ് ആണ്. ടിനാലിസ ഹിറ്റാച്ചി കുടുംബത്തിൽപ്പെട്ട ആളാണ്. എങ്കിലും മോഷ്ടിക്കുന്നത് തെറ്റല്ലേ? എന്ത് മോഷണമാണ്? ആ പെയിന്റിംഗ് മോഷ്ടിച്ചത് ഡ്യൂക്കിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. അദ്ദേഹം ആ പെയിന്റിംഗ് ബലാത്കാരമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയതാണ്. ഞാൻ എന്റെ ഫാമിലി പ്രോപ്പർട്ടി മാത്രമാണ് തിരിച്ചു വാങ്ങിയത്. മാത്രമല്ല, മോഷ്ടിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ മ്യൂസിയത്തിലേക്ക് പെയിന്റിംഗ് വാങ്ങാൻ തന്നെയായിരുന്നു പോയിരുന്നത്. ഡോക്ടർ ഡെയിലച്ചി ഈ മോഷണം നേരത്തെ തന്നെ നടത്തിയതാണ്. എനിക്ക് ഈ പെയിന്റിംഗ് വിൽക്കാൻ വന്നതാണ്. അതായത് കട്രീനയുടെ പേരും പറഞ്ഞ് ഡോക്ടർ ഡൈലേജി ഞങ്ങളെ പറ്റിച്ച് ഈ കേസിൽ ദൂരാൻ നോക്കിയതാണ്. അപ്പൊ ശരിക്കുമുള്ള കള്ളൻ അയാള് തന്നെയാണ്. ടീനാലിസ, മേഡവും പറ്റിക്കപ്പെട്ടു അല്ലേ? ഇത് ഞങ്ങളുടെ ഫ്രണ്ട് കിറ്റിയാണ്. കിറ്റി, ആരാണ് നീ? എവിടെ നിന്നാണ് വരുന്നത്? ഇന്ത്യയിൽ നിന്നാണ്. അവിടെ മിസ്റ്റർ ഖന്നയോടൊപ്പമാണ് താമസിക്കുന്നത്. കോൾഫീൽഡ് അടുത്ത് നിന്നാണ് കൊണ്ടുവന്നത്. അതെ, പക്ഷേ നിങ്ങൾ എന്റെ കസിൻ സിസ്റ്റർ ആണ്. നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്കത് മനസ്സിലായതാണ്. ശരിക്കും നിങ്ങൾ ടിനാലിസയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെന്തൊരു നാടകമാണ്? ഇവള് ഇന്ത്യയിൽ നിന്നാ, നിങ്ങൾ ഇറ്റലിയിലും. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ സിസ്റ്റേഴ്സ് ആവുന്നത്? ഇത് ബുക്കിൽ നോക്ക്. ഞങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ അങ്കിൾ ഞങ്ങളോട് പിണങ്ങി മിസ്റ്റർ ഡിക്ലോസയുടെ കൂടെ ഇന്ത്യയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് കിറ്റി. അയ്യോ, ലിസൺ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? പ്രിൻസസ് കിറ്റിയെ വേഗം സ്വാഗതം ചെയ്യൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ടീനാസോടെ പെയിന്റിംഗിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ പെയിന്റിംഗ് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് എന്റെ കുടുംബാംഗമായ കിറ്റിയെ കിട്ടിയിരിക്കുകയാണ്. എനിക്കിനി പെയിന്റിംഗിന്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങളൊരു മോഷണ വസ്തുവാണ് വാങ്ങിയിരിക്കുന്നത്. ഇല്ല, ഇതുവരെ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. ഡോക്ടർ ഡൈലാഷി എന്റെ അനുവാദമില്ലാതെയാണ് ആ പെയിന്റിംഗ് ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. ഞാൻ അയാളോട് ഈ പെയിന്റിംഗ് ഇവിടെ കൊണ്ടുതരാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെയിന്റിംഗ് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇൻസ്പെക്ടർ പാണ്ട, ഇവർ ചെയ്തത് അപരാധമല്ല, ചെറിയൊരു തെറ്റ് മാത്രമാണ്. ഇവർ ഇമോഷണൽ ആയതുകൊണ്ട് ആ കാര്യം പോലീസിനോട് അവർ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ അവരാ പെയിന്റിംഗ് തിരിച്ചു തരികയല്ലേ? സംശയമുണ്ടോ? അതെ ഇൻസ്പെക്ടർ, ഡോക്ടർ ഡൈലേജി ഈ പെയിന്റിംഗ് നേരത്തെ മോഷ്ടിച്ചതാണ്. അതെ, ഇപ്പൊ ഡോക്ടർ ഡൈലേച്ചി സാറിന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. ചെന്നാ ഡൈലേച്ചിയുടെ മുഖം മൂടി വലിച്ചു കീറിക്കോ. ആഹാ, അന്ന് നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. കിറ്റി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ വലിയ മുറി തന്നെ അലങ്കരിച്ചു തരാം. അവിടെ നിങ്ങൾക്ക് വേണ്ട സുഖ സൗകര്യങ്ങളും പരിചാരകരും ഉണ്ടാകും. ഇന്നു മുതൽ കിറ്റി അവിടെ താമസിച്ചോളൂ. റൈറ്റ്? അതിന്റെ അർത്ഥം ഇനിയപ്പോ കിറ്റി നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ? ഇത് ഇറ്റാച്ചി ഫാമിലിയിലെ മെമ്പർ ആണ്. എന്റെ കസിൻ ആണ്. ഇനി എന്റെ കൂടെ താമസിക്കാം. വേണ്ട കട്രീന, ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നോളാം. ഇപ്പോഴാണ് ഞാൻ ഈ വലിയ ഫാമിലിയെ കണ്ടുമുട്ടിയത്. എനിക്ക് എന്റെ കന്നാ സാറിനെ വിട്ടുവരാൻ കഴിയില്ല. അതൊട്ടും തന്നെ ശരിയില്ല. മാത്രമല്ല, എനിക്ക് കൂട്ടുകാരെ പിരിഞ്ഞിരിക്കാനും പറ്റില്ല. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുവാണോ കിറ്റി? ഞാൻ കട്രീനെ ഒരിക്കലും മറക്കില്ല. ഐ പ്രോമിസ്. ഞാൻ വർഷത്തിലൊരിക്കൽ കട്രീനെ കാണാൻ വരും. മറ്റൊരിക്കൽ കട്രീനെ എന്നെ കാണാൻ വരൂ. അതിലൂടെ ഞാൻ കട്രീനെ ഇന്ത്യ മുഴുവൻ കാണാൻ കൊണ്ടുപോകാം. പ്ലീസ്, ഇവരെല്ലാവരും എന്റെ സുഖദുഃഖങ്ങളിൽ കൂടെയുള്ളവരാണ്. ഇവരെ പെട്ടെന്ന് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ? ഓക്കേ, പക്ഷെ എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് കിറ്റി ഇവിടെ വരണം. മാത്രമല്ല, ഇനിയുള്ള 15 ദിവസം കിറ്റി എന്നോടൊപ്പം താമസിക്കണം. നിങ്ങൾ എല്ലാവരും. അതിന് 15 ദിവസം എന്തിനാ? നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ സിസ്റ്ററിന്റെ കൂടെ നിന്നോ. അപ്പോഴേക്കും ഞങ്ങളൊന്ന് നെറ്റിലേക്കൊന്ന് കറങ്ങി കാണട്ടെ. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. അതിന്റെ ഭാഗമായി ഇന്ന് കൊട്ടാരത്തിൽ ഒരു വലിയ പാർട്ടി നടത്താൻ പോകുകയാണ്.